ആലപ്പുഴ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങളും ഡോക്ടർമാരും ഇല്ലെന്ന് പരാതി. വൈകുന്നേരം ആകെയുള്ളത് ഒരു ഡോക്ടർ മാത്രമാണ്. ആവശ്യത്തിനുള്ള മരുന്ന് പോലും ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയും. 132 കോടി രൂപ മുടക്കി വലിയ കെട്ടിടം പണിതിട്ടും മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പൊതുജനങ്ങൾക്ക് യാതൊരുവിധ ഗുണവുമില്ല. ദിനേന നൂറുകണക്കിന് രോഗികളാണ് വിവിധ അസുഖങ്ങൾക്കായി ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. വൈകുന്നേരങ്ങളിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഇവിടെയുള്ളത്. മണിക്കൂറുകൾ കാത്തിരുന്നാണ് ഓരോ രോഗിയും ഡോക്ടറെ കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈവനിങ്ങിൽ ഒറ്റ ഡോക്ടറെ കാണത്തുള്ളൂ. ഒരു ആക്സിഡന്റ് കേസ് അല്ലെങ്കിൽ ഒരു മദ്യപാനം അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു എമർജൻസി ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റ ഡോക്ടറായിരിക്കും ഓടി നടന്ന് എല്ലാവരെയും നോക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഡോക്ടർമാരില്ലാത്ത ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഡോക്ടർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മരുന്നുമായി വന്ന് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ കുട്ടിയും കൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചു ഡോക്ടർ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി മെഡിസിൻ എഴുതി തന്നു. മണിക്കൂറുകൾ കൊണ്ടുവന്ന് ഫാർമസി നമ്മൾ കാത്തിരുന്നിട്ട് നമ്മുടെ ക്യൂ ആയി നമ്മൾ എത്തിക്കഴിഞ്ഞപ്പം ഒരു പാരസെറ്റമോൾ മാത്രം തന്നു, ബാക്കിയെല്ലാം വെളിയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. രോഗികൾക്ക് പുറമെ പെട്ടെന്ന് വരുന്ന അപകടവും മദ്യപാനികളുടെ മെഡിക്കലും കൈകാര്യം ചെയ്യുന്നത് ഈ ഡോക്ടർ തന്നെ. ഇത് സംബന്ധിച്ച സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോയും പ്രചരിച്ചിരുന്നു. ഇത്രയും ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഒരു ഡോക്ടർ കൊണ്ട് ഇത്രയും പേഷ്യൻ്റ് ഉണ്ട്. അതിനിടയ്ക്ക് മദ്യപിച്ചിട്ട് ഉള്ളവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ അതിനിടയ്ക്ക് ഡോക്ടർ അങ്ങോട്ട് പോകും. ഇവിടെ ഡോക്ടറും ഇല്ല, ഒന്നുമില്ല. നോക്കി രോഗികൾക്ക് ഡോക്ടർ നൽകുന്ന മരുന്ന് കുറിപ്പുമായി ഫാർമസിയിൽ പോയാൽ ആവശ്യത്തിനുള്ള മരുന്ന് ലഭിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. നിരവധി സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ 1 ആലപ്പുഴ.